പ്രിയപ്പെട്ടവരെ, ഇസ്മായിലാണ് അഹ്ബാബ് ട്രാവൽസ്. ഉംറ വിസയെക്കുറിച്ച് തന്നെയാണ് ചർച്ച. ഈ ആഴ്ചയിൽ ഉംറ വിസ ഇറങ്ങാത്ത ഒരുപാട് ആളുകളുണ്ട്. ഗ്രൂപ്പ് വഴി വിസ അടിച്ചിറങ്ങാത്ത ഒരുപാട് ട്രാവൽസുകളുണ്ട്. ആരുടെയും കുറ്റമല്ല. സൗദി കോട്ട വെട്ടിച്ചുരുക്കിയതിൻ്റെ ഭാഗമായിട്ടാണ്. ആർക്കെങ്കിലും അർജൻറ്റായിട്ട് ഉംറ വിസ കിട്ടേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ, യാത്രാ പ്രോബ്ലമായ കേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാം. ശ്രമിച്ചു നോക്കാം. ഉറപ്പല്ല, ശ്രമിച്ചു നോക്കാം. കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിസ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ചാർജ് 11 സംതിങ്ങിൽ നിന്നും ഇപ്പോൾ 20 രൂപയോളം എത്തി നിൽക്കുന്നുണ്ട്. ഒരു ന്യൂസ് റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ ഉള്ള സാഹചര്യത്തെക്കുറിച്ചുള്ളത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ട്രാവൽ ഏജൻസികൾ പ്രതിസന്ധിയിൽ. ഉംറ വിസക്ക് കാലതാമസം, ട്രാവൽ ഏജൻസികൾ പ്രതിസന്ധിയിൽ. ഉംറ വിസ അനുവദിക്കുന്നതിലെ കാലതാമസം ട്രാവൽ ഏജൻസികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. റമദാനിന് ശേഷം വിസയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. നേരത്തെ ഉംറ വിസയിൽ 4500 മുതൽ 5000 വരെ കോട്ട ട്രാവൽ ഏജൻസികൾക്ക് അനുവദിച്ചിരുന്നു. 1250 വരെയാക്കി ചുരുക്കിയിട്ടുണ്ട്. റമദാനിന് ശേഷം സൗദി അറേബ്യ 2 തവണയാണ് കോട്ട ചുരുക്കിയത്. ആദ്യം 2000 വരെ നൽകിയിരുന്നു, എന്നാൽ ഇപ്പോൾ 1250 കോട്ടയാണ് അനുവദിക്കുന്നത്. ഇതോടെ സീസൺ സമയത്ത് ഉംറക്ക് ബുക്ക് ചെയ്തവർക്ക് പോലും അവസരം ലഭിക്കാത്ത അവസ്ഥയാണ്. വെക്കേഷനിൽ പുറപ്പെടേണ്ട ഉംറ പാക്കേജുകളാണ് നിലവിൽ വിസ ലഭിക്കാത്തതിനാൽ പ്രതിസന്ധിയിലായത്. ട്രാവൽ ഏജൻസികൾ പറയുന്നു, വിസക്കുള്ള കാലതാമസം മൂലം കുടുംബങ്ങളുടെ യാത്രയടക്കം അവതാളത്തിലാണ്. കൂട്ടമായി ബുക്ക് ചെയ്ത വിമാന ടിക്കറ്റുകളടക്കം വിസ ലഭിക്കാത്തതിനാൽ ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥയാണ്. റമദാനിന് ശേഷം ഹജ്ജ് സീസൺ മുൻനിർത്തി ഉംറക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ വർഷം നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഹജ്ജ് നിരക്ക് വർദ്ധിച്ചതിനാൽ ഉംറക്ക് പോകുന്നവരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് വിസ കോട്ടയിലെ നിയന്ത്രണം തിരിച്ചടിയാവുന്നത്. നിലവിൽ ഇതാണ് ഉംറ വിസയുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ ആളുകൾക്കുള്ള പ്രോബ്ലം എന്നുള്ളത്. ഈ ഒരു സാഹചര്യം ഈ ഒരു ഹജ്ജ് വരെ നീളാൻ സാധ്യതയുണ്ട്. ഹജ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ഉംറ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ മുഹറം വരെ കാത്തു നിൽക്കണമായിരുന്നു. ഇപ്പോൾ ദുൽഹിജയിൽ തന്നെ ഉംറ വിസ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിയർലി വന്ന നിയമങ്ങളൊക്കെ അടുത്ത സീസണുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ളതാണ് അറിയുന്നത്. ഓക്കെ, ഉംറ വിസ സംബന്ധമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓക്കെ, നിങ്ങളുടെ സ്വപ്ന യാത്രകൾ സാക്ഷാത്കരിക്കാൻ അഹ്ബാബ് ട്രാവൽസ്. പരിചയസമ്പന്നരായ അമീർമാർ നയിക്കുന്ന ഹജ്ജ് ഉംറ പാക്കേജുകൾ, ഹോളി ലാൻഡ് പാക്കേജുകൾക്കൊപ്പം വിസ സർവീസ്, പാസ്പോർട്ട് സർവീസ്, ഹോളിഡേ ടൂർ പാക്കേജസ്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ്സ്, ഫോറിൻ മണി എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള മറ്റനേകം സർവീസുകളും. നിങ്ങൾ ആഗ്രഹിച്ച യാത്ര 100% തൃപ്തിയോടെ. അഹ്ബാബ് ട്രാവൽസ്. സ്വപ്നയാത്രകൾ ഇനി വിദൂരത്തല്ല.